ഒരു സിനിമ പി ആർ വർക്കോ പെയ്ഡ് റിവ്യൂവോ എന്ത് കൊടുത്താണെങ്കിലും തിയേറ്ററിൽ ഒരു ഹിറ്റ് സ്റ്റാറ്റസ് നേടിയെടുത്താൽ കാണാൻ പോകുന്ന പ്രേക്ഷകർ പ്രതീക്ഷിക്കും, ആഹാ ഇതൊരു ഹിറ്റ് പടമാണല്ലോ, കണ്ടു നോക്കാമെന്ന്. കണ്ടു കഴിയുമ്പോൾ ഇതിനാണോ ഇത്രയും തള്ളിയത് എന്ന് തോന്നുന്ന അനുഭവം നമുക്കെല്ലാവർക്കും ഇപ്പോൾ കുറേയായി ഉണ്ടല്ലോ. മരണമാസ് ഇതും അതൊക്കെ തന്നെ. ഡാർക്ക് ഹ്യൂമർ എന്ന് ഇവർ തന്നെ പ്രൊമോട്ട് ചെയ്ത മരണമാസ് ഒരു ഡെഡ് ബോഡിയും ചുറ്റും ചളിയും ഇട്ടാലാവുന്നതാണോ ഈ ഡാർക്ക് ഹ്യൂമർ? സിജു സണ്ണിയാണ് സ്ക്രിപ്റ്റ്. ആക്ടിംഗ് അസഹനീയമാണെങ്കിലും സ്ക്രിപ്റ്റ് അതിലും തോൽവിയാക്കിയിട്ടുണ്ട് സിജു. ബേസിൽ ഒരു എൻ്റർടൈനർ ആയതുകൊണ്ടും രാജേഷ് മാധവൻ നല്ല നടനായതുകൊണ്ടും സുരേഷ് കൃഷ്ണ കട്ടയ്ക്ക് നിൽക്കുന്നത് കൊണ്ടും ചിലത് വർക്കായി. അത് ഇവരുടെ കഴിവുകൊണ്ട് മാത്രം. ഇൻസ്റ്റയിലും എഫ് ബിയിലും കാണുന്ന ട്രോളും റീൽസും അതേപടി തേമ്പി വെച്ചിരിക്കുകയാണ് പ്രേക്ഷകരെ ഫൺ ചെയ്യിക്കാൻ. ആളെ കൊന്ന് പഴമണ്ണാക്കിൽ തിരുകുന്ന കില്ലർ, ഒരു ഡെഡ് ബോഡിയുമായി പെട്ടുപോകുന്ന ഒരു ഗ്രൂപ്പ്, ഇതാണ് ആ ഫൺ സ്റ്റോറി. അതിൻ്റെ ഇടയിൽ സെൻറ്റി കയറ്റി അഭിനയിച്ചും മെഴുകുന്നുണ്ട് സിജു സണ്ണി. ഒരു നായികയുണ്ട്, ആ കുട്ടി അഭിനയിക്കാൻ വല്ലാതെ കഷ്ടപ്പെടുന്നു, പാവം എത്രയും പെട്ടെന്ന് പഠിച്ചു വലിയ ആളാവട്ടെ. ബാബു ആൻ്റണിയുടെ നിർഗുണ പോലീസ് റോൾ, കരാട്ടയൊക്കെ ഉണ്ട്. പ്രൊഡ്യൂസറായ ടോവിനോയുടെ ക്യാമിയോ. പഴയ സംവിധായകർ അന്നത്തെ കാലത്ത് വാരികയിലെ ഫലിതബിന്ദുക്കൾ അടിച്ചു മാറ്റുമായിരുന്നു. കുറച്ചുകൂടി കഴിഞ്ഞ് മിമിക്രിക്കാർ വന്നപ്പോൾ വാട്സപ്പ് ജോക്ക് എടുത്ത് സ്കിറ്റുണ്ടാക്കി സിനിമയിലെ ഒരു സീനാക്കും. ഇത് അതിൻ്റെയൊക്കെ മോഡേൺ വേർഷൻ. ഇൻസ്റ്റ, എഫ് ബി, റീൽസ്, ട്രോൾസ് എല്ലാം കൂടി കൂട്ടിക്കുഴച്ച് സ്ക്രിപ്റ്റ് റെഡി. എല്ലായിടത്തും കിഡ് ഫണ്ണാണ് ഇത് എന്ന് പോസ്റ്റിംഗ്, പെയ്ഡ് റിവ്യൂസ്. ബേസിനിൽ ഇഷ്ടമുള്ളത് കൊണ്ടും കുറേ പേര് ഇത് വിശ്വസിച്ചു. റീൽസിനെ റീൽസായും സിനിമയെ സിനിമയായും സമീപിക്കുന്നതുകൊണ്ട് നമുക്ക് ഇത്ര വർക്കായുള്ളൂ. പിന്നെ വേറെ ഒരു ഗുണം കൂടി ഈ സിനിമയ്ക്കുണ്ടായി. ഒപ്പം റിലീസായ സിനിമകൾ ഒരു മഹാനടൻ്റെ കൂടി ഉണ്ടായിരുന്നിട്ടും എല്ലാം പരിപ്പുവട ഐറ്റം ആയിരുന്നതിനാൽ തമ്മിൽ ഭേദം ബേസിൽ എന്ന നിലയ്ക്ക് ആവറേജ് കളക്ഷൻ കൈയടക്കാൻ പറ്റി. ഈ സിനിമയുടെ ക്വാളിറ്റി, നിലവാരം ഒക്കെ ഒപ്പം ഇറങ്ങിയ സിനിമകൾ കൂടി കാണുമ്പോൾ ചിലപ്പോൾ നന്നായിട്ട് ഉയരാനും ചാൻസ് ഉണ്ട്.